ഗൈസ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം മച്ചാമാരെ. അപ്പോൾ ഗൈസ് അപ്പം നമ്മളെ ഫ്രണ്ടിൽ KSRTC ബസ്സാണ് ഗൈസ് ഇവിടെ കിടക്കുന്നത്. ഗൈസ് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഗൈസ് അപ്പം നമ്മൾക്ക് ബസ് ഡ്രൈവിംഗ് ആണ് ഗൈസ്. അപ്പോൾ KSRTC ബസ് ഡ്രൈവിങ്. അപ്പോൾ ഗൈസ് അപ്പം നമുക്ക് നേരെ ഗൈസ് നമ്മുടെ റൂട്ടിലോട്ട് ആളൊക്കെ പോവാം മച്ചാമാരെ. നമുക്കാണെങ്കിൽ കറങ്ങി വരുന്നതാണ് ഗൈസ് ഇന്നത്തെ നമ്മളെ പരിപാടി. ഇവിടെ കിടന്ന് കറങ്ങുക, അതല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല ഗൈസ്. ഇവിടെ കിടന്ന് കറങ്ങി ആൾക്കാരെ എടുക്കുക, കൊണ്ടുപോകുക. ഇതൊന്ന് ചോദിച്ചാൽ ഗൈസ് ഇപ്പോൾ സൂപ്പർ ഫാസ്റ്റാണ്, എവിടെയും നിർത്തത്തില്ല. ജെറ്റ് വിട്ട് കണക്ക് പോവാന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. പക്ഷേ ഇത് പൂച്ചക്കുഞ്ഞിനെ കണക്കാണ് ഗൈസ് പോകുന്നത്. പമ്മിയാണ് ഗൈസ് പോകുന്നത്. ഇതാണെങ്കിൽ ഒരു വീടും ഇല്ലല്ലോ അവിടെ, കൊള്ളത്തില്ല ഗൈസ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് കൊള്ളത്തില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഗൈസ്. അപ്പം നമ്മൾ ബസ്സിൽ സ്പീഡ് ഇച്ചിരി കൊണ്ട് ഇൻക്രീസ് ആക്കണം ഗൈസ്. അപ്പം ബസ്സാണെങ്കിൽ എനിക്ക് ഓടിക്കാനേ ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ് ഗൈസ് ഈ ഒരു ബസ് ഡ്രൈവിങ്. പക്ഷേ ഗൈസ് അപ്പം ഇതിൽ സ്പീഡില്ലാത്തതുകൊണ്ടാണ് ഗൈസ് എനിക്ക് ഓട്ടിക്കാൻ ഇഷ്ടമല്ലാത്തത്. അല്ലെങ്കിൽ ഞാൻ ഓട്ടിച്ചാൽ ഗൈസ് സത്യമായിട്ട് ഗൈസ് ഈ റൂട്ട് വരെയൊക്കെ എന്തിനാണ് പോകുന്നതെന്ന് എനിക്ക് പോലും അറിഞ്ഞുകൂടാ ഗൈസ്. അപ്പം ഇതിൽ മാപ്പ് കാണിക്കുന്ന കണക്കെ പോവാവോ, അല്ലെങ്കിൽ ഗൈസ് ഫൈൻ അടിച്ച് പോലീസിൻ്റെ വായിക്കാതെ കയറ്റി പൊട്ടിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പം എനിക്കൊന്നും അറിഞ്ഞുകൂടാ മച്ചാന്മാരെ. അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന കണക്കെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ ഗൈസ്. അതല്ലാതെ വല്ലതൊക്കെ പറയാം, അങ്ങോട്ട് ചെന്ന് നോക്ക് ഗൈസ്. അപ്പം മണ്ടയ്ക്ക് വെച്ച് അടിച്ച് തരും അവരെല്ലാവരും കൂടെ. മോനെ സ്കില്ലാണ് ഗൈസ് ഇപ്പം ഞാൻ കാണിച്ചത്. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. ഇപ്പോൾ ഫസ്റ്റ് ആർമി ബേസിൽ പോകണം. ആർമി ബേസിൽ അവിടെ നിർത്തുമ്പോൾ തന്നെ ആൾക്കാർ നോട്ടം കാണണം ഗൈസ്. അവിടുത്തെ ബേസിൽ പട്ടാളക്കാർക്ക് നമ്മളടുത്ത് തോക്കെടുത്ത് ഓടി വരും. എന്നിട്ട് ഇവിടെ ബസ് ചെക്ക് ചെയ്യാനാണ് ഗൈസ്, അല്ലാതെ വെടിവെക്കാനൊന്നുമല്ല. ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ചെറിയൊരു സ്റ്റോപ്പുണ്ട് മച്ചാന്മാരെ. അപ്പോൾ ഗൈസ് ഇപ്പോൾ കാണിച്ചു തരാവേ. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓടി വരും ഗൈസ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട്. ഓക്കെ ഗൈസ് അപ്പം നമ്മളൊക്കെ പോവുകയാണ് ഗൈസ്. അപ്പം അവർ ഈ പ്രാവശ്യം നമ്മൾ കണ്ടില്ലെന്ന് തോന്നുന്നു ഗൈസ്. അല്ലെങ്കിൽ ഇപ്പോൾ ഓടി വന്നതിന് ശേഷം നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്യാൻ ബോംബോ വല്ലതൊക്കെ ഉണ്ടോ എന്ന് ഗൈസ്. അപ്പോൾ ഈ ഒരു നാട്ടിൻ്റെ നല്ലതിന് വേണ്ടിയാണ് ഗൈസ് അവർ നിൽക്കുന്നത്, അല്ലാതെ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല ഗൈസ്. അവർ വേണം ഗൈസ്. നമ്മളെ നാടിനെയൊക്കെ കാത്തു സൂക്ഷിക്കുന്ന വെച്ചാൽ അവരാണ് ഗൈസ്. അപ്പം അല്ലാതെ വേറെ ഒന്നും ആരും അല്ല ഗൈസ്. ഇപ്പം നമ്മൾ പട്ടാളക്കാരെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ ഗൈസ്. അപ്പം നമ്മളൊക്കെ നേരെ ബസ് സ്റ്റാൻഡിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് ബസ് സ്റ്റാൻഡ്. ഭാവിയിലെ ഹൈടെക് ബസ് സ്റ്റാൻഡാണ് ഗൈസ്. ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനി ഇവിടെ എന്താകുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ മച്ചാന്മാരെ. എന്തായാലും ഇവിടെ നമുക്ക് വളച്ചിടാം. ഇവിടെ വേറെ ബസ്സുകളൊന്നും വന്നിട്ടില്ല ഗൈസ്. ഇനി അടുത്ത ബസ് വരും. അങ്ങനെ റൗണ്ടപ്പാണ് ഈ ഒരു ബസ്സുകൾ. നമുക്ക് ഇങ്ങോട്ട് കയറ്റിയിടാം. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറ്റിയിട്ടുണ്ട് മച്ചാന്മാരെ. അപ്പോൾ ഓക്കെ ഗൈസ് അപ്പം ഇവിടെ ഇച്ചിരി നേരം കിടക്കട്ടെ ഗൈസ്. ഇവിടെ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ഗൈസ് ഇപ്പോൾ ആൾക്കാരെല്ലാം വന്ന് കയറിയിട്ടുണ്ട് മച്ചാന്മാരെ. ഇനി നമുക്കാണെങ്കിൽ നേരെ നമ്മൾ ബസ് എടുത്തുകൊണ്ട് പോവാം ഗൈസ്. അപ്പം നമുക്ക് നേരെ ഗൈസ് അപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് നിങ്ങളൊക്കെ പോവാം. നമ്മളെ ഷോറൂമിലുള്ള ആൾക്കാരെല്ലാം ഇവിടെ വന്ന് കയറിയിട്ടുണ്ട്. നിങ്ങളൊക്കെ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് നിങ്ങളൊക്കെ വണ്ടി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഈ ഒരു ഷോറൂമിൻ്റെ അവിടെ നിന്നാണ് ഗൈസ് നമ്മൾ അടുത്ത സ്റ്റോപ്പ് ഗൈസ്. ഇനി അടുത്ത സ്റ്റോപ്പെന്ന് ചോദിച്ചാൽ ഗൈസ് അപ്പം നമ്മളെ പെട്രോൾ പമ്പ് വഴിയാണ് ഗൈസ് പോകേണ്ടുള്ളത്. നമ്മളെ വണ്ടിക്കാണെങ്കിൽ വല്ലതൊക്കെ തിന്നാൻ കൊടുത്താലേ ഗൈസ് ഇനി വണ്ടി ഓടത്തോളൂ ഗൈസ്. അപ്പം നമുക്ക് നേരെ ഇനി പെട്രോൾ പമ്പിലോട്ട് നിങ്ങളൊക്കെ പോവാം. അപ്പോൾ ഗൈസ് ഫ്രണ്ടിലൊരു ബുഗാട്ടി പോകുന്നുണ്ട് ഗൈസ്. എന്തെങ്കിലും ഞാൻ ഈ കാർ മേടിക്കും എൻ്റെ പൊന്നെ, ചെന്ന് ഇടിച്ച് ഗൈസ്. അപ്പം നമുക്ക് രാവിലെ എണീറ്റുണ്ടായിരിക്കും ഗൈസ്, ഭയങ്കര ഉറക്കം. ഇത് ശരിയായില്ല ഗൈസ്. അപ്പം അതാണ് ഗൈസ് വണ്ടി ഇങ്ങനെയൊക്കെ പോകുന്നത് ഗൈസ്. എവിടെയെങ്കിലുമൊക്കെ ചെന്ന് ഇടിക്കുന്നതൊക്കെ അതാണ് ഗൈസ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മൾ കളിക്കുകയാണെങ്കിൽ നേരെ ഗൈസ് നമ്മൾ പെട്രോൾ പമ്പിലോട്ട് കളിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതുമായിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തുണ്ടെങ്കിൽ പെട്ടെന്നെല്ലാം ചെയ്തോ ഗൈസ്. അപ്പം നമുക്ക് നിങ്ങളൊക്കെ നേരെ നമ്മളെ ഈ ഒരു പെട്രോൾ പമ്പിലോട്ട് നിങ്ങളൊക്കെ പോവാം ഗൈസ്. ഇവിടുത്തെ പെട്രോൾ പമ്പിലെന്ന് വെച്ചാൽ ഇച്ചിരി ലാഭം കിട്ടും, അതാണ് ഗൈസ് ഞാൻ അവിടെ പോകുന്നത് ഗൈസ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ചൂട് കാരണം ഗൈസ് ആരും ഇപ്പോൾ പുറത്തിറങ്ങി നടക്കുന്നില്ല. നല്ല ചൂടാണ് ഗൈസ്. നിങ്ങളവിടെയൊക്കെ എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. അപ്പം ചൂട് കാരണം ഈ ഒരു ബസ്സിനകത്തൊന്നും ഇരിക്കാൻ വയ്യ ഗൈസ്. ഇങ്ങനെയാണ്ടൊക്കെ ഇരുന്ന് ഓട്ടിക്കുകയാണ് ഗൈസ് ഞാനാണെങ്കിൽ. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളൊക്കെ നേരെ നമ്മൾ പെട്രോൾ പമ്പിലോട്ട് പോവാം ഗൈസ്. ഇവിടെ മരങ്ങൾ കുറവാണ് ഗൈസ്, അല്ലെങ്കിൽ കാറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് കാറ്റും ഇല്ല ഗൈസ്. ഈ ബസ് AC ആണ്, പിന്നെ വലിയ കുഴപ്പമില്ലെന്ന് പറയാം ഗൈസ്. അപ്പം നമ്മൾ വണ്ടിക്കകത്തിരിക്കുന്നതായിരിക്കും ഗൈസ്. ഇപ്പം നേരെ നമ്മൾ പമ്പിലോട്ട് നാളൊക്കെ പോവുകയാണ് ഗൈസ്. നമ്മുടെ വണ്ടിയിലാണെങ്കിൽ ബാറ്ററി ഭയങ്കര കുറവാണ് ഗൈസ്. ബാറ്ററി തീർന്നെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പോൾ ബാറ്ററി ഇല്ല ഗൈസ്. സത്യം പറഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ ബാറ്ററി ഒട്ടും ഇല്ല ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ പെട്രോൾ പമ്പിൽ പോയി ഗൈസ്. അപ്പം നമുക്ക് കുത്തിയും കൂടെ ഇടാം ഗൈസ്. അപ്പം ബാറ്ററിയുടെ
അവിടെ ബാറ്ററിയും കുത്തിയിട്ട് ഗൈസ് അപ്പം പെട്രോൾ അടിക്കാം. അപ്പോഴത്തേക്കാണെങ്കിൽ ഗൈസ് ഇപ്പം എൻ്റെ പൊന്നു ഗൈസ് അപ്പം നമ്മൾ കളക്കാൻ നൈസിനെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ നേരം വന്ന് വീണായിരുന്നു ഗൈസ്. അപ്പം സോ നമുക്കാണെങ്കിൽ ഈ ബാറ്ററി എവിടെയെങ്കിലും കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബാറ്ററി ഇല്ല ഗൈസ്, അതാണ് ഇവിടുത്തെ പ്രശ്നം ഗൈസ്. ഇവിടുത്തെ കടകളാണെങ്കിൽ തുറന്നതും ഇല്ല ഗൈസ്. അപ്പം ഇന്ത്യൻ ഓയിലിൻ്റെ മാനേജർ ഇരിക്കുന്ന സ്ഥലമാണ് ഇതും അടച്ചിട്ടേക്കുന്നത് ഗൈസ്. അപ്പം പെട്രോൾ പമ്പിലാണെങ്കിൽ ഒറ്റ മനുഷ്യനും ഇല്ല ഗൈസ്. ഇന്ന് പെട്രോൾ പമ്പ് അവധിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. നമുക്കിന്ന് എന്താ ചെയ്യാനാണ് ഗൈസ്? ഒന്നും ചെയ്യാനില്ല മച്ചാന്മാരെ. നമുക്കാണെങ്കിൽ ഇന്ന് പെട്രോൾ അടിക്കാതെ പോവാം. ബാറ്ററി കുത്തിയിടാം ഗൈസ്. ഇപ്പോൾ ബാറ്ററി കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇപ്പം ഇവിടെ സോളാർ ബാറ്ററിയുടെ പവർ ഉള്ളതുകൊണ്ട് തന്നെ ഗൈസ് നമ്മളെ വണ്ടിയിലെ മേളിൽ ഇരിക്കുന്ന സോളാർ വലിച്ചെടുത്തോളും ഗൈസ്. അപ്പം നമുക്ക് നാളൊക്കെ നേരെ ഗൈസ് നമുക്ക് എയർപോർട്ടിലോട്ട് നാളൊക്കെ പോവാം ഗൈസ്. അപ്പം നമ്മൾ നാളൊക്കെ നേരെ നമ്മൾ എയർപോർട്ടിലോട്ട് നാളൊക്കെ പോവുകയാണ് ഗൈസ്. അപ്പം നമ്മൾ ബസ്സിലാണെങ്കിൽ നല്ല സ്പീഡ് കുറവാണ് ഗൈസ്. 100 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ ഗൈസ്. എന്നിട്ട് ഭയങ്കര സ്ലോ ആണ്. ബസ്സൊക്കെ മാറ്റാനുള്ള സമയമായി ഗൈസ്. അപ്പം നമ്മൾ എവിടെ നിന്ന് കറങ്ങി വന്നമാരാണ് ഗൈസ്. ഇപ്പം നമ്മൾ ഇവിടെ എത്തി അങ്ങനെ ഫൈനലി ഗൈസ്. അങ്ങനെ നമ്മൾ നാളൊക്കെ എയർപോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ആൾക്കാരെ കൊണ്ട് ഇറക്കി വിടണം മച്ചാന്മാരെ. അപ്പം ഇന്ന് ഇവിടെ നമുക്ക് നിർത്താം ഗൈസ്. അപ്പം നമുക്കുള്ള ബസ് ഇവിടെ വെച്ച് നിർത്താനുള്ള സ്റ്റോപ്പാണ്, ലാസ്റ്റത്തെ സ്റ്റോപ്പ് ഗൈസ്. എപ്പോഴും ഇത് ഞാൻ ചാടി ഇറങ്ങും ഗൈസ്, ഇത് വലിയ പ്രശ്നമാണ് ഗൈസ്. അപ്പം നമുക്ക് ചെറിയ പനിയായിട്ടുണ്ട് ഗൈച്ചാമാരെ. എന്താ ചെയ്യാനാണ് ഗൈസ്, പനി ആയിരിക്കും എപ്പോഴാവുന്നത് നമുക്കൊന്നും അറിയാൻ വയ്യ ഗൈസ്. അപ്പം നമ്മുടെ ഷിൻചാനുകളൊക്കെ നാളെ വരും. അപ്പോൾ ഗൈസ് ഇപ്പം ഞാനാണെങ്കിൽ ഈ ഒരു എയർപോർട്ട് ഒരു പ്ലെയിനിൽ കയറി പോവുകയാണ് ഗൈസ്. അപ്പം നമുക്ക് നാളെ ഷിൻചാനുമായിട്ട് വരാം ഗൈസ്. അപ്പം അതാണ് എൻ്റെ ഒരു ഐഡിയ എന്ന് ചോദിച്ചാൽ ഗൈസ്. നമുക്ക് പ്ലെയിൻ്റെ അടുത്തോട്ട് ഓടാൻ വെച്ചാൽ വരെ. ഇവിടെ മറ്റേ ബോർഡിംഗ് പാസും ചെക്കും ഒന്നുമില്ല ഗൈസ്. ഇങ്ങനെ കയറുക പോവുക ഗൈസ്, കയറിയിരിക്കുക പോകും. അതാണ് ഗൈസ് ഇവിടുത്തെ പരിപാടിയൊക്കെ. അപ്പം ഗൈസ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഗൈസ് അങ്ങനെ നമ്മൾ പ്ലെയിനും കാളൊക്കെ എടുത്തിട്ടുണ്ട് മച്ചാന്മാരെ. അപ്പം നമുക്ക് നാളെ ഷിൻചാനുമായിട്ട് വരുന്നൊരു വീഡിയോ ആയിട്ട് വരാൻ കാണാം. അപ്പം എല്ലാവർക്കും ഗൈസ് ബായ് പറയുന്നതിന് മുമ്പ് ഗൈസ് അപ്പം നമുക്ക് ഈ പ്ലെയിൻ പൊങ്ങുമോ നോക്കാം ഗൈസ്. അപ്പം പ്ലെയിൻ പൊങ്ങുന്ന ഒരു ഇച്ചിരി കാത്തിരിക്കാം. ഇപ്പം നമ്മളെ പ്ലെയിൻ ടേക്ക് ഓഫ് ആവും ഗൈസ്. ഇപ്പോൾ ടേക്ക് ഓഫ് ആവുകയാണ് ഗൈസ് നമ്മളെ പ്ലെയിന് കാളൊക്കെ ആണെങ്കിൽ. ഓക്കെ മച്ചാന്മാരെ ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.